ബലഹീനരായ നമ്മളെ കർത്താവ് ആരെ? ബലവാനാണ്. സ്തോത്രം. ബലവാനായ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് സ്തോത്രം ഭീരുത്വത്തിൻ്റെ ആത്മാവിൽ ജീവിക്കാനല്ല. നാം ഇന്ന് ആരെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും ആണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഭയപ്പെടുത്തുന്നവർക്ക് വേണ്ടി ജീവിക്കും. കുറച്ച് പേര് ഭയപ്പെടുത്താനും കുറച്ച് പേര് ഭയക്കാനും. സ്തോത്രം. കർത്താവ് യേശുക്രിസ്തു ആർക്കും ഇങ്ങനെ ഒരു പ്രത്യേക കൊട്ടേഷൻ ബേസിൽ ഒരു അധികാരവും കൊടുത്തിട്ടില്ല. കർത്താവിൻ്റെ വചനം അനുസരിക്കുന്ന മക്കളെ ഓടിച്ചിട്ട് പീഡിപ്പിക്കാനും അവരെ കുടുംബത്തിൽ നിറക്കാനും പള്ളിയിൽ നിറക്കാനും ഒക്കെ. സ്തോത്രം. കർത്താവിൻ്റെ സഭ കർത്താവിൻ്റെതാണ്. സ്തോത്രം. കർത്താവിൻ്റെ സഭയാണ്. ഇന്ന് ഓരോരുത്തരുടെ വ്യക്തിപരമായ പേരില്ല സഭ ആയിരിക്കുന്നത്. കർത്താവിൻ്റെ സഭയെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ഓരോരുത്തർ. സ്തോത്രം. അതുകൊണ്ട് എൻ്റെ പൊന്നും മകനെ മകളെ, ഈ മനുഷ്യനെ ഒന്നും പേടിക്കരുത്. നീ ഭയപ്പെടേണ്ടത് ജീവനുള്ള ദൈവമായ കർത്താവിനെ മാത്രം. ആ ഭയം ഒരുമാതിരി ഈ വറവലല്ല, സ്നേഹത്തോടുകൂടിയുള്ള ഭയം, അനുസരണയോടുകൂടിയുള്ള ഭയം. എബ്രായലേഖനം 10:38-39. എന്നാൽ നിന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. സ്തോത്രം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഏത് വിശ്വാസത്താൽ? ആ കുടുംബക്കാർ പാരമ്പര്യമായിട്ട് മാതാപിതാക്കളായിട്ട് നിനക്ക് തന്ന വിശ്വാസമല്ല. ആ വിശ്വാസം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസമാണ്. ഈ വിശ്വാസം ഉള്ളിൽ വരുമ്പോഴാണ് അപ്പനും അമ്മയൊക്കെ പഠിപ്പിച്ചത് തെറ്റാണെന്ന് മനസ്സിലാകുന്നത്. ഈവൻ പള്ളിയിലെ അച്ഛൻ പഠിപ്പിച്ചതുപോലും തെറ്റാണെന്ന് മനസ്സിലാകുന്നത് യേശുക്രിസ്തുവിൻ്റെ വിശ്വാസം നിൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വിശ്വാസം ഉള്ളിൽ വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഈ തിരുവചനം നിൻ്റെ ഉള്ളിൽ കടക്കുമ്പോൾ നിൻ്റെ ആ പഴയ പാരമ്പര്യത്തിൻ്റെ വിശ്വാസം ഇറ്റ് വിൽ ഗോ ഔട്ട്. യേശുക്രിസ്തുവിൻ്റെ വിശ്വാസം നിൻ്റെ ഉള്ളിൽ വരുമ്പോൾ വ്യർത്ഥമായ അനുഷ്ഠാനങ്ങൾ, അതുകൊണ്ട് വിശ്വ പത്രോസ് പറയുന്നത് കർത്താവ് നമ്മളെ വിടുവിച്ചത് വ്യർത്ഥമായ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നാണെന്ന്. ഇപ്പോഴും പലരും പറയുന്നത് പാരമ്പര്യമായിട്ട് നമ്മളൊക്കെ വിശ്വസിച്ച് വന്നൊരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസമല്ലയോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്? എൻ്റെ പൊന്നുമകനെ, ആ വിശ്വാസം കർത്താവായിട്ട് പഠിപ്പിച്ചതല്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്വാമിയുടെ കാര്യം ഇല്ലേ, അതിൽ നിന്നൊക്കെ വന്ന് കുടുംബത്തിൽ കയറിയ വിശ്വാസമാണത്. സ്തോത്രം. അത് ശരിക്കും പൈശാചിക ശക്തിയുടെ ടീച്ചിങ്ങാണ്. സ്തോത്രം. എൻ്റെ ഒരു ബന്ധു മുളന്തുരുത്തി ഭാഗത്തുണ്ട്. അവരുടെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അവർ യാക്കോബ സമൂഹത്തിലെ കുടുംബത്തിലുള്ളവർ. അപ്പോൾ അവരുടെ അമ്മ മരിച്ചു പോയി. അവർക്ക് ഒരു വിശ്വാസമുണ്ട്, 40 ദിവസം ഒരു തുണിയൊക്കെ ബെഡിൽ വിരിച്ച്, വെള്ളത്തുണി വിരിച്ച് ഒരു വിളക്ക് കത്തിച്ച് 40-ാം എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥനയുണ്ട്. 40-ാം ദിവസം പള്ളിയിലെ അച്ഛൻ വന്ന് ഒരു പ്രത്യേക പ്രാർത്ഥനയും ധൂപമൊക്കെ കാണിച്ച് ധൂപക്കുറ്റിയൊക്കെ വീശി, ഒരു ഭയങ്കര ചിലവാണ്. കോഴി ഇറച്ചി, എല്ലാ ടൈപ്പ് ഇറച്ചികളും, അതുപോലെ നല്ല ഫുൾ ഫ്ലെഡ്ജ് ഡിന്നർ. സ്തോത്രം. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, എത്ര രൂപ? 40,000 രൂപ ചിലവയച്ച. സ്തോത്രം. എന്നിട്ട് അമ്മച്ചി പോയേ? അറിയത്തില്ല. യെസ്, ഒരുത്തൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ യേശു ക്രിസ്തുവിലാണ് മരിക്കുന്നതെങ്കിൽ ഓൺ ദ സ്പോട്ട് അവൻ കർത്താവിൻ്റെ മടിയിലാണ്. അല്ലെങ്കിൽ ലാസറസ് വിശ്രമിച്ച ആ വിശ്രമത്തിലാണ്. രണ്ടാമത്തെ വരവിൽ ചാടി എണീക്കും. അതിനു മുമ്പ് ആരെയും ധൂപം കാട്ടി അങ്ങോട്ട് വിടണ്ട. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക് സ്തോത്രം. എന്നാൽ നീതിമാൻ്റെ
വിശ്വാസത്താൽ. എൻ്റെ നീതിമാൻ എന്നാ പറഞ്ഞേ? എൻ്റെ നീതിമാൻ, എൻ്റെ ജനം എന്ന് കർത്താവ് പറയണം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ പാരമ്പര്യമായിട്ട് ഇന്ന സമൂഹത്തിലെ ജനമാണ്, എൻ്റെ ജനത്തെ വിട്ടുതരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും കർത്താവ് പറയുന്നുണ്ട് എൻ്റെ ജനത്തെ വിട്ടുതരാൻ. കാരണം അജ്ഞത മൂലം എൻ്റെ ജനം നശിക്കുന്നു. അജ്ഞത മൂലമാണല്ലോ ഇത്തരത്തിൽ ആചാര അനുഷ്ഠാനങ്ങളിൽ ഇപ്പോഴും കെട്ടിക്കിടക്കണേ. സ്തോത്രം. അടുത്ത ക്ലാസ്സിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും ഓരോരോ ആചാര അനുഷ്ഠാനങ്ങൾ സഭയുടെ അകത്ത് കടന്നു വന്ന ഹിസ്റ്ററി പീരീഡ്, എങ്ങനെ വന്നു, ആര് മുഖാന്തരം വന്നു എന്നുള്ളതൊക്കെ. ഇപ്പോഴും ആ ബന്ധനത്തിൽ കിടക്കുക. ലാസറിനെ ഉയർപ്പിച്ചു. ലാസർ ഉയർത്തെണീറ്റ് ശവക്കല്ലറയിൽ നിൽക്കുക. അവന് നടക്കാൻ പറ്റുന്നില്ല. ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് അവനെ കെട്ടിയിട്ടിരിക്കുക. കർത്താവ് പറഞ്ഞോ, അവൻ്റെ കെട്ട് അഴി, അവൻ പോട്ടെ എന്നാ പറഞ്ഞേ. ആരാണോ അവനെ കെട്ടിയത് അവനെ കൊണ്ടേല അഴിപ്പിച്ചു. സ്തോത്രം. നിങ്ങളെ ഞാൻ ശവക്കല്ലറയുടെ അകത്തുനിന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവരും, നിങ്ങളുടെ കെട്ടുകളെ അഴിച്ച്. പ്രൈസ്. ആ കെട്ടുകളെ അഴിച്ച് കർത്താവിന് സ്വാതന്ത്ര്യം പ്രാപിച്ച മക്കളൊന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. യെസ്, സ്തോത്രം. ഒരിക്കൽ നമ്മൾ മരിച്ചവരായിരുന്നു, വർഷങ്ങളായി ശവക്കല്ലേറെ കിടന്നവരാണ്. കർത്താവ് നമ്മുടെ മുമ്പിൽ വന്ന്, സ്തോത്രം, സിബിൻ കം ഔട്ട്, റിസ്ബിൻ കം ഔട്ട്, ജോസഫ് കം ഔട്ട്, ഏലിയാമേ കം ഔട്ട്. ഞാൻ എൻ്റെ ആടുകളെ വിളിച്ച് പുറത്തു കൊണ്ടുവരും, അവയ്ക്ക് മുൻപാലെ ഞാൻ നടക്കും. ഒരിക്കൽ യേശു നമ്മളെ സ്വതന്ത്രനാക്കിയ നമ്മൾ എന്നേക്കും സ്വതന്ത്രം. ആ പഴയ അടിമ നുകത്തിലേക്ക് തിരിച്ച് പോകരുത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ ശ്രദ്ധിച്ചോ, സ്തോത്രം. ഒരിക്കൽ ഈ വിശ്വാസം സ്വീകരിച്ച് കർത്താവിനെ സത്യത്തിൽ ആത്മാവിലും ആരാധിച്ച് വന്ന ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ പിന്മാറിപ്പോയ ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, മകനെ മകളെ, ദിസ് ഈസ് യുവർ ടൈം, കം ബാക്ക്. തിരികെ വാ. നിന്റെ പാവം എത്ര കടും ചുവപ്പാണെങ്കിലും മഞ്ഞ് പോലെ വെണ്ണ പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവമാണ് നിന്നെ ക്ഷണിക്കുന്നത്. അവൻ ക്ഷമാശീലനാണ്, അവൻ ശാന്തശീലനാണ്. തെറ്റിപ്പോയി കർത്താവ് എന്നൊന്ന് പറഞ്ഞാൽ മതി. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. ഒത്തിരി സത്യവിശ്വാസത്തിൽ വന്നിട്ട് ഏതാനും ചില പുരോഹിതന്മാരുടെ ഭീഷണി കാരണം തിരിച്ചു പോയിട്ട് പണ്ടത്തേക്കാൾ ദുരിതം, ക്രിസ്തുവിൽ വരുന്നതിന് മുമ്പുള്ള ഒരു ദുരിതമുണ്ടല്ലോ, ആ ദുരിതത്തെക്കാൾ ദുരിതം അനുഭവിക്കുന്നവരുടെ കഥ. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, രക്ഷ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ മാത്രമാണ്. മരണശേഷം ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റില്ല. സ്തോത്രം. അത് കർത്താവ് തന്നെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.